എന്തൊക്കെ അപാകതകളാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടെത്തണം. അതിൽ കുറ്റവാളികൾ ആരൊക്കെ എന്നുള്ളത് കണ്ടെത്തിയിട്ട് അവർക്ക് എതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു കുറ്റം ആരുടെയെങ്കിലും തലയിലിടണം. അപ്പോൾ ഇവരൊക്കെ എന്തിനിരിക്കുകയാണ്? ഭരണം നടത്തുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. അവരുടെ കഴിവുകേടിനെ, അവരുടെ പോരായ്മയാണ് ഇപ്പോൾ ജനം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരുതംപാറയിലെ കമ്മ്യൂണിറ്റി സെന്റർ പൊളിഞ്ഞു വീണ സംഭവം. നജീബ് കാന്തപുരം MLAയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ രംഗത്ത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് അനുവദിക്കുന്നത് സ്ഥലം MLAയുടെ ശുപാർശ പ്രകാരമാണെന്നും കമ്മ്യൂണിറ്റി സെന്റർ ഇടിഞ്ഞു വീണതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നജീബ് കാന്തപുരം MLAക്കാണെന്നും KP സോഫിയ ആരോപിച്ചു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റേത് തെറ്റായ ആരോപണങ്ങളാണെന്നാണ് MLAയുടെ വാദം. പിന്നോക്കാവസ്ഥയിലുള്ള പട്ടികജാതി സദ്ഗ്രാമങ്ങളെ ദത്തെടുത്ത് പരിപാലിക്കുന്നതിനായാണ് സംസ്ഥാന സർക്കാർ അംബേദ്കർ ഗ്രാമ പദ്ധതിക്ക് തുടക്കമിട്ടത്. പെരിന്തൽമണ്ണ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരുതംപാറയിൽ അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മാണം പാതിവഴിയിലെത്തി നിൽക്കെ ഇടിഞ്ഞു വീണതാണ് ഇപ്പോൾ വിവാദം സൃഷ്ടിക്കുന്നത്. അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയുടെ ഭാഗമായി ആദ്യ ഘടുവായി അനുവദിച്ച 50 ലക്ഷം രൂപയിൽ 26 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മരുതംപാറയിൽ കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള നിർമ്മിതിക്കാണ് കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണ ചുമതല. പിന്നോക്ക വിഭാഗത്തോട് സർക്കാർ കാണിക്കുന്ന അവഗണനയുടെ ഉദാഹരണമാണിതെന്നും നിർമ്മാണത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി നജീബ് കാന്തപുരം MLA രംഗത്തെത്തിയിരുന്നു. നജീബ് കാന്തപുരം MLA ആകുന്നതിന് മുൻപ് 2019 കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവും MLA ഉന്നയിച്ചിരുന്നു. എന്നാൽ MLAയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ. സ്ഥലം MLAയുടെ ശുപാർശ പ്രകാരമാണ് അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതെന്നും മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ നജീബ് കാന്തപുരം MLAക്കാണ് കമ്മ്യൂണിറ്റി സെന്ററിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമെന്നും സോഫിയ പറയുന്നു. നമ്മളോടൊപ്പം താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സോഫിയ KP ചേരുകയാണ്. എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താണ് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഒരു നിലപാട്? ഈ ഒരു വിഷയം ഇപ്പം വളരെ വലിയ രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം അതിൻ്റെ ഒരു ആഘാതം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയം തന്നെയായിരുന്നു. കാരണം 2 ജീവൻ അപായപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. 2 ജോലിക്കാർ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോയില്ല. പക്ഷേ 26 ലക്ഷം രൂപ വകയിരുത്തി ഉണ്ടാക്കിയിട്ടുള്ള, അതായത് പൊതുജനങ്ങളുടെ ഒരു ഫണ്ടാണ്, അതുപയോഗിച്ച് ഉണ്ടാക്കിയ ആ ഒരു കെട്ടിടം അങ്ങനെ തകരണമെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് അത് പരസ്പരം പഴിചാരി പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇതിൽ എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയാണ് വേണ്ടത്. എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ വികസന സെറ്റിൽമെൻറ്റ് ഫണ്ടാണ്. അതായത് ST SC വിഭാഗങ്ങൾക്ക് വരുന്ന അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നൊരു ഫണ്ടാണ്. ഈ ഒരു ഫണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ST വിഭാഗക്കാർക്ക് 1 കോടി രൂപ വന്നിട്ടുണ്ട്. അതിനുശേഷം SCക്ക് 1 കോടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു 50 ലക്ഷം രൂപയാണ് എന്നാണ് ഇതാണെന്നാണ് തോന്നുന്നത്. അതിലെ ബാക്കിയാണോ ഇനി വേറൊരു ഫണ്ട് വന്നതാണോ എന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രഹസനം എന്നുള്ള രീതിയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കവിടെ യാതൊരു റോളില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഞാൻ കരുതിയത് ഈ ഒരു ഫണ്ട് സർക്കാർ നേരിട്ട് ST SCക്ക് നമുക്ക് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവന്ന്. സർക്കാർ നേരിട്ട് ST SCക്ക് ഒരുപാട് ഫണ്ടുകൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. ST SC വിഭാഗത്തിനും അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ചെലവഴിച്ച് പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഓരോ മണ്ഡലത്തിലും MLA മുഖേനയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഞാനന്ന് ആ ഒരു സമയത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്ന് ഫേസ്ബുക്കിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതന്ന് ആ രീതിയിൽ അത് പറഞ്ഞപ്പോൾ അന്ന് അവരെന്നെ അത് തിരുത്തിയിട്ടുണ്ട്. അത് MLA ശുപാർശ പ്രകാരം MLAക്ക് അലൗട്ട് ആവുന്ന ഫണ്ടാണെന്നാണ്. ഞാൻ അന്നൊരു ഫ്ലക്സ് നമ്മുടെ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയൊരു ഫ്ലക്സാണ്. അതുണ്ടാക്കി അതങ്ങനെ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച സമയത്ത് ഇങ്ങനെ ഭയങ്കര കമൻ്റൊക്കെ വന്നപ്പോൾ ഞാനത് നേരിട്ടൊന്ന് അന്വേഷിച്ചു എന്താണ് ഈ ഒരു ഫണ്ടിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. അപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത്
പിന്നെ ഇത് MLA ശുപാർശ പ്രകാരം MLAക്ക് അവരുടെ മണ്ഡലത്തിൽ എന്താണ് വികസന പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി വരുന്ന ഫണ്ടാണെന്നാണ്. അപ്പം അങ്ങനെ വന്ന ഈ ഒരു ഫണ്ട് അതിൽ 50 ലക്ഷമാണ് ഇപ്പോൾ ഇതിലേക്കെന്ന് പറഞ്ഞു. ഈ 50 ലക്ഷത്തിൽ ബാക്കി എന്താ വീടുകളുടെ റിപ്പയറിങ്ങോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തി എന്നുള്ളത് അറിയാൻ പറ്റി. ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച മീറ്റിംഗുകളിൽ നിന്നും തന്നെ തഴഞ്ഞെന്നും സോഫിയ പറഞ്ഞു. നിർമ്മാണത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് അതിൽ മാറ്റം വരുത്തേണ്ട ചുമതല MLAക്ക് തന്നെയാണെന്നും സംഭവത്തിലെ വീഴ്ച എവിടെയാണെന്ന് കണ്ടെത്തി നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എന്താണ് വീഴ്ച, ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഇതിൽ വീഴ്ച തീർച്ചയായിട്ടും കണ്ടെത്തണം, എവിടെയാണ് പാളിയത് എന്നുള്ളത്. ഈ ഒരു ഫണ്ടിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് MLAക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ അപാകതകളാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടെത്തണം. അതിൽ കുറ്റവാളികൾ ആരൊക്കെ എന്നുള്ളത് കണ്ടെത്തിയിട്ട് അവർക്ക് എതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണങ്ങൾ MLA എതിർക്കുകയായിരുന്നു. ഒരു പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം പഞ്ചായത്ത് പ്രസിഡന്റിനാണെന്നാണ് MLA പറയുന്നത്. സംസ്ഥാന സർക്കാർ പിന്നോക്ക വിഭാഗങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും നജീബ് കാന്തപുരം MLA കുറ്റപ്പെടുത്തി. സദ്ഗ്രാമം ഉൾപ്പെടെ 6 സദ്ഗ്രാമങ്ങളിലെ വർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ SCDOയുടെ നേതൃത്വത്തിൽ പല വട്ടം ഇവിടെ മീറ്റിംഗ് ചേർന്നതാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് അടിയന്തരമായി മുകളിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് അതാണ്. ഇത് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് ചെയ്തോ, അത് നോക്കാൻ മേലെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ ക്വാളിറ്റി മെഷർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം നമ്മളിത് വീഴുമ്പോഴാണല്ലോ നമ്മളിതിൻ്റെ കാഴ്ച കാണുന്നത്. ഓരോ ദിവസവും പഠിക്കുന്ന സമയത്ത് MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് പോയി നോക്കാൻ കഴിയില്ലല്ലോ. അതെൻ്റെ ഉത്തരവാദിത്വമല്ല. ഞാനിത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലാണ്. ഇത് നിരന്തരമായി മാത്രമല്ല, ഇതിലും മാത്രമല്ല, നിങ്ങൾ കാണുന്നത് 1 കോടി രൂപ അനുവദിച്ചിട്ട് ഒരു സദ്ഗ്രാമത്തിലേക്ക് 1 കോടി രൂപ അനുവദിച്ചിട്ട് അവിടെ ഒരു 10 ലക്ഷം രൂപയുടെ ഗുണം പോലും ഇല്ലാത്ത വർക്കുകളാണ് ഇവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അഴിമതിയുടെ ഏജൻസിയായി നിർമ്മിതി മാറിയിട്ടുണ്ട്. നിർമ്മിതി ഒരു 10% പോലും ജോലി ചെയ്യാതെ ആ ഫണ്ട് മറ്റെവിടേക്കും ഒഴുകുന്നു എന്നതാണ് പ്രശ്നം. സർക്കാർ പ്രത്യേകിച്ച് ഈ സാധുക്കൾ ആരോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. SC വിഭാഗത്തോട് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ കൂടി ഒരു പ്രഖ്യാപനമാണിത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1 കോടി രൂപ കൊടുക്കുന്നത്. ഇത് ആ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ. നമ്മളിപ്പോൾ സദ്ഗ്രാമം എന്ന ഒരു പ്രോജക്റ്റ് ഇട്ട് മുന്നോട്ട് പോവാണ്. ഗവൺമെൻറ്റിനൊന്നും ഞങ്ങൾ കാത്തിക്കുന്നില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും ഫെലോഷിപ്പിന് അതത് സദ്ഗ്രാമങ്ങളിലെ കുട്ടികളെ സജ്ജമാക്കി ട്രെയിൻ ചെയ്ത് നമ്മുടെ പുതിയ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്ക് ഈ കാര്യത്തിലൊന്നും ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. നോക്കാനും പറയാനും ആരുമില്ല. ഒരു മന്ത്രിക്കും ഉത്തരവാദിത്തമില്ല, ഒരു വകുപ്പിനും ഉത്തരവാദിത്തമില്ല, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഉത്തരവാദിത്തമില്ല. ഉത്തരവാദിത്തം എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരൊറ്റ മുഖ്യമന്ത്രിക്ക് മാത്രമായി നിലകൊള്ളുകയാണ്. ഇത് കേരളത്തിൻ്റെ അപകട സൈറണായിട്ടാണ്. MLA ഫണ്ടിലാണ് ഈ പ്രവൃത്തി നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു അധിക ഉത്തരവാദിത്തമുണ്ട്. കാരണം അത് ഞാൻ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ മേൽനോട്ടമൊക്കെ വഹിക്കേണ്ടത്. ജനപ്രതിനിധിയല്ല നിർമ്മാണങ്ങളുടെ മേൽനോട്ടവും ക്വാളിറ്റി ചെക്കിങ്ങും നടത്തേണ്ടത്. പക്ഷേ MLA ഫണ്ട് സ്വാഭാവികമായിട്ടുമാണെങ്കിൽ അതിനെനിക്ക് അല്പം കൂടി ഉത്തരവാദിത്തത്തോടെ ഞാൻ പോകേണ്ടതുണ്ട്. ഇത് MLA ഫണ്ടാണെന്നായിരുന്നു ആദ്യത്തെ കളവ്. ആ കളവ് അടഞ്ഞപ്പോഴാണ് MLA ആണ് നിർമ്മിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. നിർമ്മിതിയുടെ ചെയർമാൻ MLA ആണെന്ന് ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. SCDO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ 20ലേറെ തവണ ഈ നിർമ്മിതിയുടെ പ്രവർത്തനം മോശമായതിൻ്റെ പേരിൽ ഈ ഓഫീസിൽ വിളിച്ചിട്ട് ഞങ്ങൾ മീറ്റിംഗ് ചേർന്നു. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു കുറ്റം ആരുടെയെങ്കിലും തലയിലിടണം. അപ്പോൾ ഇവരൊക്കെ എന്തിനിരിക്കുകയാണ്? ഭരണം നടത്തുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. അവരുടെ കഴിവുകേടിനെ, അവരുടെ പോരായ്മയാണ് ഇപ്പോൾ ജനം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇതിൽ ബലിയാടായി പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് കെട്ടിയുയർത്തിയ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതികൾ കൃത്യമായി വിലയിരുത്തിയില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. ചാനൽ 10 പെരിന്തൽമണ്ണ.
ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.